ഹേ ഗെയ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റുമായിട്ടാണ്. സോ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ എല്ലാം കുഴിയാണല്ലോ, ക്രീപ്പർ കാരണമാണ് ഗെയ്സ്. അപ്പോൾ നമുക്കിത് എന്തായാലും നേരെ ആക്കാം, കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒന്ന് വീഴും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ ആദ്യത്തെ വീഡിയോ അല്ല, ആദ്യത്തെ അല്ല, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തായാലും കുറച്ച് എന്നെ വലിയതായിട്ട് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതായത് പണിയല്ല, നമ്മൾ അയൺ കണ്ടുപിടിക്കാനുള്ള രീതി, അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരെന്താ ഇവിടെ സംസാരിക്കുന്നുണ്ടല്ലോ, എന്തോ കാര്യമായിട്ട് സംസാരിക്കുകയാണല്ലോ. എന്താണ് ഇവർ ഈ സംസാരിക്കുന്നത്? പോയോ? നമ്മൾ വന്നപ്പോൾ എല്ലാവരും പോയി കേസ്. അപ്പോൾ നമുക്കിന്ന് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതായത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കണം, പിന്നെ എന്തായാലും കോള് കണ്ടുപിടിക്കണം. നമ്മളിതുവരെ മൈനൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ളൊരു മൈൻ ഒന്നില്ലെങ്കിൽ ഞാൻ മൈൻ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കാദ്യം മരം വെട്ടേക്കാം. ഈ ഒരു മരം കുറച്ച് വെട്ടാം. ഓക്കെ, ഈ ഒരു മരം നമുക്ക് എന്തായാലും വെട്ടാം. ഓക്കെ, നമ്മളങ്ങനെ മരമെല്ലാം വെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് പിക്കാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു കോള് കണ്ടു, അപ്പോൾ നമ്മളത് എന്തായാലും എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ ചെറിയ കോളും കാര്യങ്ങളൊക്കെ എടുത്ത് അയണുള്ള സ്ഥലമൊക്കെ നോക്കി അയണൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇതെല്ലാം വെട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒന്നും നമ്മൾ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഇവിടെ ഈ വെള്ളം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒഴുകി പോവാം. ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. നമുക്ക് പിക്കാക്സ്, സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കണം. ഓക്കെ, നമ്മളങ്ങനെ എന്തായാലും ഒരു കേവ് കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ്. നമ്മൾ കുറേ നടക്കുന്നത് നമ്മൾ കുറേ കട്ടൊക്കെ ചെയ്ത് കളഞ്ഞു, കാരണം ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഗ് ആവത്തില്ലേ. ഇപ്പോൾ കേവ് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ നമ്മളിവിടെ ഒരു കുഴിയാണ് കണ്ടത്. ഇവിടെ പോകുന്നതിനെക്കാട്ടി നല്ലത് വേറെ എവിടെയും പോകുന്നത്. കാരണം ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കയറാനൊക്കെ പാടാണ്. അവിടെ ഒന്നും ഇല്ല, വെള്ളമാണ് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. നമ്മൾ ടോർച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കുഴി, അവിടെ ഒരു കേവ് ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ കേസ്, നമ്മൾ ആ കേവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ അങ്ങനെ വലിയതായിട്ടൊന്നും കാണുന്നില്ല. ഇത്രേ ഉള്ളോ? തീർന്നോ? അത് കൊള്ളാം. ഒരു കേവ് എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയൊരു കേവായിരിക്കുന്നു, പക്ഷെ ഒന്നുമില്ല, പെട്ടെന്ന് തീർന്നു. എന്തു പറയാനാ, അടിയിലോട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ വെട്ടമുണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയൊരു വെട്ടമുണ്ട്. ഇനിയിപ്പോൾ ടോർച്ച് ഇല്ല, അത് പുറത്തോട്ടുള്ള വഴിയാണ്. അവിടെ വേറെ കേവൊന്നുമില്ല, വലിയ കേവൊന്നും ഇല്ല. എന്ത് ചെയ്യാനാ, ഇങ്ങനത്തെ ഒരു സ്ഥലം. ഇവിടെ വലിയ കേവൊന്നുമില്ല. കേവ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൈൻ ചെയ്യാമായിരുന്നു, അയണൊക്കെ കിട്ടിയാൽ. പിന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ച് അവിടെ വെച്ചൊരു 2 അയൺ കിട്ടിയായിരുന്നു കേട്ടോ. ഞാനത് റെക്കോർഡ് ചെയ്തില്ല, ഞാനത് മറന്നുപോയി. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് വന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. എടുത്തില്ല, കാരണം ചുമ്മാ ഓടുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ടാണ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. റെക്കോർഡ് ചെയ്യാനത്. നമുക്കെന്തായാലും കിടന്ന് ഉറങ്ങാം. ഓക്കെ, നമ്മൾ ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റു. ഇനി നമുക്ക് എന്തായാലും പോവാം, ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് പോവാം. അവിടെ ആയിട്ടൊരു കേവും കാര്യങ്ങളൊക്കെ കാണും. ഞാൻ അവിടെ എന്തോ നേരത്തെ കണ്ടു, പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ല, കാരണം ഈ രാത്രി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. അത് ഞാൻ റെക്കോർഡും ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി കാണിക്കാം. ഇവിടെ ഒരു ചെറിയ കുഴിയാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു കേവ് ആണ്. ഓക്കെ, നമ്മൾ അങ്ങനെ ആ ഒരു സ്ഥലത്ത്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്പോണറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെ ടോർച്ച് അങ്ങോട്ട് വെച്ചിട്ടാണ് അടയ്ക്കുന്നതെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. ഓക്കെ, എന്തായാലും അങ്ങനെ വെച്ച് നോക്കാം. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടിക്കണം, പൊട്ടിച്ച് നോക്കിയാൽ അല്ലേ, വേണ്ട, എന്തിനാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കോളും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതിനകത്തുള്ള എല്ലാം എടുത്തേക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്, കോളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ കേവ് പോലെ കാണുന്നു.
നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് കയറി നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അയണൊക്കെ ഉണ്ടെങ്കിലോ. വലിയ കേവായിട്ട് തോന്നുന്നു. നോക്കാം. ഇത് വലിയ കേവാണല്ലോ. ഒരു കേവ് കിട്ടി കേട്ടോ. നല്ല എന്തായാലും നല്ലൊരു കേവ് കിട്ടി. ഇതെന്താ ഇവിടെ എന്തെങ്കിലും കാണും? നോക്കട്ടെ. അയ്യോ, ഒന്നും പറ്റിയില്ല. ഭാഗ്യത്തിന് ഗ്രാവൽ വീണു. ഇത് ചെറിയ അതും ഇല്ല. ഇതൊരു ചെറിയ കേവെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ചുമ്മാ ഒരു ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിനകത്തൊന്നും ഒന്നുമില്ല. ഇതെല്ലാം ഇങ്ങനത്തെ സ്ഥലമാണ്. ഇവിടെ ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് മൈൻ ചെയ്യേണ്ടി വരും. മൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. കാരണം എന്താ പറയുക, അവിടെ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് പാചകമൊക്കെ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, നമ്മളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫർനസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് നേരത്തെ 2 അയൺ കിട്ടിയായിരുന്നു. അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. ആ 2 അയൺ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റിക്ക് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് മതി. നമുക്കിപ്പോൾ അത് 2 എടുക്കാൻ അത്ര സ്റ്റിക്കിൻ്റെ കാര്യം മതി. ഓക്കെ, അതായി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 അയൺ നമുക്ക് കിട്ടി. ആ അയൺ വെച്ചിട്ട് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കണം. ഷീൽഡിനായിട്ട് നമുക്ക് എന്താ പറയുക, പ്ലാങ്ക്സ് വേണം. നമ്മൾ പ്ലാങ്ക്സൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഷീൽഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തേക്കാം. ഇത്രയൊക്കെ മതി. ഇനിയൊന്നും ഇല്ലല്ലോ. ഇനി ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാം എടുത്തിട്ട് നമുക്ക് പോയേക്കാം. രാത്രിയായി വരുന്നുണ്ട്. ഓക്കെ ഗെയ്സ്, അങ്ങനെ നമ്മുടെ ഉറങ്ങാനായിട്ട് നമ്മൾ വന്നു. ഉറങ്ങിയേക്കാം ഗെയ്സ്, കാരണം രാത്രിയായി. ഓക്കെ, അങ്ങനെ നമ്മൾ ഉറങ്ങി. ഇനി നാളെ രാവിലെ. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. കാരണം നമുക്ക് ഇനി സ്ഥലമൊക്കെ കണ്ടുപിടിക്കാനുള്ളതല്ലേ ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മൾ കുറച്ച് ഇത് തിരിച്ച് വെക്കാനൊക്കെ കാരണം നമ്മൾ ഫർനസ് തിരിച്ച് വെക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ അതൊക്കെ കൊണ്ട് എന്തിനാണ് വെറുതെ പോകുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ തിരിച്ചത് കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, നമ്മളങ്ങനെ എന്തായാലും ഇവിടെ ഒരു കേവിൽ നമ്മുടെ കോളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വന്നു. കോള് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നു. എന്താണെങ്കിലും നമുക്ക് എന്തായാലും ഇതൊക്കെ പൊട്ടിച്ചെടുത്തേക്കാം. ഓക്കെ, നമ്മളതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും അതിൻ്റെ താഴെയായിട്ട് വന്നപ്പോൾ ഇത് അത്യാവശ്യം വലിയ കേവാണ്. നമുക്കെന്തായാലും ഇവിടെയൊക്കെ ഒന്ന് ഇവിടെയൊക്കെ കുറച്ച് കോളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് താഴോട്ട് പോയി നോക്കാം. കാരണം താഴെയായിട്ട് നല്ലൊരു ആഴമുണ്ട് ഗൈസ്. ഇവിടെ ഒരു വലിയൊരു സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, ഇവിടെ ആയിട്ട് കുറേ ഞാൻ വിചാരിച്ചു ഇരുട്ടായതുകൊണ്ട് കുറേ മോബ്സ് കാണുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് സ്കെൽറ്റൻ ആദ്യമായിട്ട് വന്നു. പിന്നെ നമുക്ക് കൊന്നേക്കാം. എല്ലാത്തിനെയും കൊല്ലട്ടെ. സ്കെൽറ്റനെയൊക്കെ കൊന്ന് ഇനി ഇതെന്ത് പാടാന്ന് നോക്കിയാൽ ഇഷ്ടം പോലെ വന്നിരിക്കുന്നത്. ഇതിനെ കൊല്ലാൻ പറ്റുന്നത്. എൻ്റെ ആക്സ് ഒടിഞ്ഞു പോയി. എൻ്റെ ഹെൽത്തില്ല എനിക്ക്. അയ്യോ ചാവല്. അയ്യോ കൊല്ലിയോ. ഇതെന്ത് ചാവാത്ത, ഇത് കഷ്ടമെന്ന് നോക്കിയാൽ. ഞാൻ ഒടിഞ്ഞു പോയി. ഞാനാണ് ചത്ത്. എൻ്റെ എല്ലാ സാധനവും അവിടെ പോയി. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഒന്നും കാണത്തില്ല. ചെസ്റ്റിലൊന്നും കാണത്തില്ല. ഞാൻ ഇനി ഒന്നും കൂടെ അങ്ങോട്ട് ചിലപ്പോൾ പോകേണ്ടി വരും. എൻ്റെ ഷീൽഡ് പോയി. എൻ്റെ കയ്യിലുള്ള എല്ലാം പോയി. ഇനി ഒന്നും കൂടെ അവിടെ പോകേണ്ടി വരുമല്ലോ. ഈ വയ്യ. പോകാം. പോകുന്നതിന് മുമ്പ് നോക്കട്ടെ ഈ ചെസ്റ്റിൽ വല്ലതും ഉണ്ടോ. ഇല്ല, ചെസ്റ്റിലൊന്നും ഇല്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അയൺ ഒരെണ്ണം ഇരിപ്പുണ്ട്. കുഴപ്പമില്ല. അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും അങ്ങോട്ട് പോട്ടെ. ഓക്കെ, നമ്മളെന്തായാലും അവിടെ തിരിച്ചെത്തി. നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 4 ടോർച്ചെല്ലാം. ഓക്കെ. വീണ്ടും വരുന്നത്. എനിക്ക് വയ്യ. ഞാൻ തിരിച്ചു പോവാം. ഇത് അങ്ങോട്ട് നമുക്ക് ഇപ്പം കയറാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ അവരെ നേരിടാനുള്ള സാധനങ്ങളൊന്നുമില്ല. നമുക്ക് കുറച്ച് ഒന്നില്ലെങ്കിൽ ടൂൾസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരണം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ പോവാം. ഇപ്പം എന്തായാലും പോകില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നു. നമ്മളിവിടെ വെള്ളത്തിൻ്റെ അടിയിലായിട്ടൊരു എന്താ പറയുക, ഇത് അയൺ കണ്ടു അവിടെ ആയിട്ട്. അപ്പോൾ നമ്മളെന്തായാലും അവിടെ പോയിട്ട് എന്തായാലും പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു.
നോക്കാം നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ എന്ന്. ഇല്ലേ നമുക്ക് നിർത്തിയാക്കാം ഇന്നത്തെ വീഡിയോ. ഓക്കെ, പൊട്ടിച്ചെടുക്കാമെന്നോ. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ അവിടെ ചെന്നിട്ട് അവിടെ ഒരെണ്ണമൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് എന്തായാലും നിർത്തിയേക്കാം. കാരണം എന്താ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാം. നമുക്ക് നാളെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കാം. നോക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യം പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ഇനി ആദ്യം ബ്ലോക്കൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാം. ഇവിടെ ശ്വാസം ഇനി മുട്ടുന്നതുകൊണ്ടേ നമുക്ക് വെള്ളത്തിൻ്റെ അടി അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് നമ്മൾ മുകളിലോട്ട് വരണം. ഇവിടെ ഇതൊക്കെ വെച്ച് ചെയ്യാനാണ് പാട്. ഫില്ല് ചെയ്യണോ അത് ഇത് മൊത്തം വെച്ചിട്ട് വെള്ളം അകത്ത് മൊത്തം വറ്റിക്കണമല്ലോ. അത് അകത്തുള്ള വെള്ളമെല്ലാം വറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ബ്ലോക്ക് വെച്ച് ഫില്ല് ചെയ്യണം. അതിനായിട്ടാണ് പാട്. ഇനി ഇവിടെ 2 ബ്ലോക്കും കൂടെ വെച്ചാൽ മതി. ഓക്കെ, വെച്ചിട്ടുണ്ട്. അയ്യോ ശ്വാസമില്ല. പെട്ടെന്ന് കാര്യം ചെയ്യണം, ഇല്ലേ പണിയാണ്. അത് ഗ്രാവല് കുഴിച്ചെടുത്തേക്കാം. പോ. ഇത് മിക്കവാറും ചാവും. ആക്സൊന്നും ഇല്ല നമ്മുടെ ഇവിടെ നിന്ന് പൊട്ടിച്ച് പോവാം. അത് നല്ലത്. പൊട്ടിച്ചോട്ടെ ഇവിടെ വെച്ചു. ഓക്കെ, വെച്ചു. അതുകൊണ്ട് നമ്മൾ വെള്ളം കുഴപ്പമില്ല. നമ്മളെ ടോർച്ചില്ല. ഇനി അടിയിലുള്ളത് പിക്കാക്സ് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഇത് പൊട്ടിച്ചെടുക്കാം. ഞാൻ പിന്നെ പുറത്തോട്ട് വന്നു. ഞാൻ താഴെയാന്ന് തോന്നുന്നു പൊട്ടിച്ചത്. എന്തായാലും നന്നായി. നമ്മളെ ടോർച്ചില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഗെയ്സ് നമ്മൾ എന്തായാലും അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. കാരണം കുറേ നേരം നമ്മളിവിടെ നിന്നു. ഒന്നാമത്തെ ടോർച്ചും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ അതൊക്കെ എടുക്കാം. ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ നിർത്താൻ പോവാണ്, കാരണം സ്റ്റോറേജ് കുറവാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും എല്ലാവർക്കും ബൈ.